ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ടാർഗറ്റ് ഉണ്ട് കേട്ടോ ലൈക്കിന്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അങ്ങ് കടന്നാലോ. അങ്ങനെ ഏതായാലും നമ്മുടെ ആദീനെയും കൂട്ടി വീട്ടിലെത്തുകയും അവിടെ ഒരു യുദ്ധം തന്നെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് നടത്തുകയാണ്. അപ്പം ചന്ദ്ര പറയുന്നത് ആ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒട്ടും ശരിയല്ല, കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ, ഇതൊക്കെ എവിടെ കിടന്ന് നിരങ്ങിയതാണെന്ന് ആർക്കറിയാം, എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതും ഇതുമൊക്കെ പറഞ്ഞു. സച്ചി ഏതായാലും രണ്ടെണ്ണം പറഞ്ഞു. അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ രേവതി അടുക്കള കൊച്ചിന് പാലെടുത്തോണ്ട് നിന്നപ്പോഴേക്കും ചന്ദ്ര അതും ഇതുമൊക്കെ പറഞ്ഞു. രേവതി നല്ല മറുപടി കൊടുത്തു. വേറെ ഒന്നുമല്ല, അമ്മ പോയി അമ്മയുടെ പണി നോക്ക്, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കിക്കോളാം എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അതൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇനിയിപ്പം ഞാൻ ഒന്നുകൂടെ എടുത്ത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ ബാഗൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി വരിക. അപ്പം അമ്മ ഏത് ഹോസ്പിറ്റലിലാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ ശ്രുതി. അങ്ങനെ ശ്രുതി ഇറങ്ങി വന്നു. ശ്രുതി ഇറങ്ങി വന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതി ചന്ദ്രയോട് പറഞ്ഞു, അതെ അമ്മേ, എനിക്ക് ബ്യൂട്ടി പാർലർ വരെ പോകണം, ഞാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ മോൾ ഇവിടെ നടന്ന സംഭവം ഒന്നും കണ്ടില്ലേ, മോൾ അവിടെ നിൽക്കുക, ഞാൻ പറയട്ടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മോക്കറിയാമോ. ഏതോ ഒരു കൊച്ചിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു ദരിദ്രവാസി കൊച്ചിനെ. ആ കൊച്ചിനെ കൊണ്ട് വന്നേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ, ആ കൊച്ചിനെ ഇനി ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണെന്ന് തോന്നുന്നേ. അല്ല, മോക്കറിയായിരിക്കും, അന്ന് രേവതിയുടെ താലിമാറ്റൽ ചടങ്ങിന് മോളും ഉണ്ടായിരുന്നല്ലോ. അന്നൊരു കിളവി തള്ളയും അതിൻ്റെ കൂടെ ഒരു കൊച്ചുമോനും കൂടെ വന്നില്ലേ, ഏതോ അമ്മയില്ലാത്ത കൊച്ചാന്നോ ഒക്കെ പറഞ്ഞൊക്കെയാണ് കൊണ്ടുവന്നത്. എന്നെ ആ കൂട്ടങ്ങളാണെന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതി പറഞ്ഞു, അമ്മേ എന്നല്ല, സോറി ആൻറ്റി എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും, എന്താ മോളെ? അല്ല ഒന്നുമില്ല ആൻറ്റി, എനിക്ക് ഇനിയിപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല ആൻറ്റി, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോട്ടെ, കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, മോള് പൊക്കോ വേഗം പൊക്കോ, ഒരു കസ്റ്റമറിനൊക്കെ അറിഞ്ഞാൽ അത്ര പൈസ കുറയുമല്ലേ, അതുകൊണ്ട് മോള് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ കുഞ്ഞിനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, ആ ശവത്തിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി, പകുതി കേട്ടു പകുതി ഒരു ചെവി കൂടെ കേട്ട് കളഞ്ഞെന്ന മട്ടിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക് ശ്രുതി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ അമ്മയ്ക്ക് ബോധമൊക്കെ തെളിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ചെന്നു, അവിടെ റിസപ്ഷനിൽ ചോദിച്ചു, എവിടെയാണ് ഇങ്ങനെ കൊണ്ടുവന്നൊരു സ്ത്രീ ഉള്ളത് എന്നിങ്ങനെ ചോദിച്ചു. പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രാം വാർഡിലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും പോയി കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മയ്ക്ക് തീരെ വയ്യേ, അമ്മയ്ക്ക് എങ്ങനെയാ അമ്മ തലകറങ്ങി വീണത്, അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ തുരുതുരാ മാറിയും തിരിഞ്ഞും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇരിക്കുക. ശ്രുതി ഒന്ന് സാവകാശം കൊടുക്കണ്ടേ ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് മറുപടി പറയാൻ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, വേറെ ഒന്നും അല്ല മോളെ, ഞാൻ മോളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്, എനിക്ക് വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാ, എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ കൂടി പറ്റുന്നില്ല, നിന്നെക്കുറിച്ച് ഓർത്തിട്ടൊന്നും അല്ല ഇപ്പം എൻ്റെ ടെൻഷൻ, നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ നീ ഒന്ന് ഓർത്ത് നോക്കിയ നിന്റെ മോൻ്റെ കാര്യം, നാളെ ഞാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ ഓർക്കുമ്പം എനിക്ക് വല്ലാണ്ടങ്ങ് ആയി പോവുക, ഞാനില്ലാതെ വന്നാൽ അവന് അനാഥനാവില്ലേ, നീ അവനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കില്ലേ, നിനക്ക് അവനൊരു ഭാരമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇതൊന്നും ചിന്തിക്കാതെ അമ്മ എന്തിനാ ഇപ്പം ഇതൊക്കെ ചിന്തിക്കുന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് ഹൈ ബിപിയും ഷുഗറും ഒക്കെ കൂടുന്നത്, അതല്ലേ ഇപ്പം ഇങ്ങനെ തലകറങ്ങിയൊക്കെ വീണത്, അതല്ല അമ്മ എന്തിനാ പറയാതെ വന്നത്, ഒരു വാക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ, അത് പിന്നെ മോളെ എനിക്ക് ആ ഒരു ധൃതിയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു, എനിക്ക് ഒരു ദിവസം പോലും സമാധാനം കിട്ടുന്നില്ല, എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല, നീ ഒരു അമ്മയല്ലേ, നിനക്കില്ലാത്ത എന്തോ ഒരു ചിന്ത എനിക്കുണ്ട് ആ കുഞ്ഞിനെ കുറിച്ച്, കാരണം എൻ്റെ മോളുടെ എൻ്റെ ഞാനല്ലേ ഈ കൈകളിൽ അവനെ ഏറ്റ് വാങ്ങിയതും വളർത്തിയതുമൊക്കെ, അതുകൊണ്ടായിരിക്കാം അവനോട് എനിക്ക് ഇത്ര സ്നേഹം കൂടുതൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവന് നീ എന്ത് ചെയ്യും ശ്രുതി കല്യാണി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ, അമ്മയ്ക്ക് ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ, അമ്മയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഒരു നേഴ്സ് കയറി വന്നു കേട്ടോ. നേഴ്സ് കയറി വന്നിട്ട് പറഞ്ഞു, അതെ ഈ സ്ത്രീയുടെ ആരാ നിങ്ങളെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ റിലേറ്റീവാന്ന് പറഞ്ഞു, മകളാന്ന് അവിടെയും പറഞ്ഞില്ല കേട്ടോ, ഞാൻ റിലേറ്റീവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടോ, ഈ മെഡിസിന് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പം ശരി ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചീട്ട് മേടിച്ചുകൊണ്ട് അമ്മ ഇവിടെ കിടക്ക് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയി. ശ്രുതി പോയ തക്കത്തിനാണ്
സച്ചിൻ രേവതിയും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ സച്ചിൻ രേവതിയും വന്ന് റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതും ശ്രുതിയും നേരെ റൂമിലേക്ക് കയറി വരുന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ശ്രുതി കേട്ടോ. കണ്ടിട്ട് ശ്രുതി വേഗം സ്പീഡിൽ പോയി അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ മറവിൽ നിന്നു. അപ്പം അതിനിടയിൽ ചോദിച്ചു ശ്രുതിയുടെ അമ്മ, എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിപ്പോകരുത് അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതി ആദ്യം കൂടെ വന്നു. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ വന്നിട്ട് ഉടനെ തന്നെ കണ്ണ് തുറന്നത് കണ്ടത് അവിടെ എണീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഓടി സന്തോഷത്തോട് കൂടി ചെന്നിട്ട് ഇപ്പം അമ്മയുടെ പ്രശ്നമൊക്കെ മാറിയോന്ന് ചോദിച്ചപ്പം ഇപ്പം മാറി മോളെ. അല്ല, ഞങ്ങൾ ഒരുപാട് അമ്മയുടെ ബന്ധുക്കളുടെ നമ്പറൊക്കെ തപ്പിയായിരുന്നു, പക്ഷെ അമ്മയുടെ സഞ്ചിക്കകത്തോ ഫോണിനകത്തോ ഒന്നും നമ്പർ ഇല്ല. ഫോണാണെങ്കിൽ ആകെ നാശമായിട്ടിരിക്കുക, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി, അതൊക്കെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പം അതെ എനിക്കറിയാം. അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യത്തില്ലേ, നമ്പറൊക്കെ ഒന്ന് ഒരു ഡയറി കുറിച്ച് എഴുതി വെച്ചുകൂടെ? ജസ്റ്റ് എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒന്ന് നമ്പറൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ. അത് പിന്നെ ഞാൻ ഓർത്തില്ല. എങ്കിൽ പിന്നെ അമ്മ പറ, അമ്മയുടെ മോൾ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? മോളെ കാണാൻ വേണ്ടി വന്നായിരിക്കില്ലേ? എങ്കിൽ പിന്നെ ഞാൻ ആ മോളുടെ നമ്പർ തന്നെ വിളിക്കാം, പെട്ടെന്ന് പറയാം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുത്ത് നിൽക്കുകയാണ്, നമ്പർ തരുന്നതും കാത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അല്ല സോറി രേവതിയുടെ അമ്മയാട്ടോ, സോറി, ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടാത്തതുകൊണ്ട് രേവതി ചോദിച്ചു, എന്താ അമ്മയൊന്നും പറയാത്തത്? അമ്മ പറ, എന്താ പ്രശ്നം? നമ്പർ തന്നെന്ന് ഓർത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, മോളിവിടെ അടുത്താണെന്നാണല്ലോ പറഞ്ഞത്, അല്ലേ മോനെ ആദി? മോന്റെ ആന്റി ഇവിടെ അടുത്തല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് എനിക്ക് അറിയില്ല രേവതി ആന്റിന് ആ കുഞ്ഞ് പറഞ്ഞു. കാരണം ആ കുഞ്ഞിന് പേടിയാണ് കേട്ടോ. ഇനിയിപ്പോ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് നമ്മുടെ കുഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനിട്ട് നല്ലത് ശ്രുതി വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് അറിയാം ആദിക്ക്. അതുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ തന്നെ രേവതി പറഞ്ഞു, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ആദ്യം ഒന്നും പറയുന്നില്ല. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ല, മകൾ എവിടെയാ താമസിക്കുന്നത്? അത് പിന്നെ രേവതി മോളെ, എൻ്റെ മകൾ ഇവിടെ ഇല്ല, അവളിപ്പം ദുബായ്ക്ക് പോയിരിക്കുക. ദുബായ്ക്കോ? അതെന്തു പറ്റി? അല്ല, ഇവിടെ എങ്ങാണ്ട് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് ചെറുക്കനെയൊക്കെ ആലോചിച്ചതെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണോ പോയത്? കല്യാണം ഒന്നും കഴിഞ്ഞില്ല മോളെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പോയി, കല്യാണം നീട്ടിവെച്ച്. എങ്കിൽ പിന്നെ ഇവിടെയല്ലേ ചെറുക്കൻ്റെ വീട്? ചെറുക്കൻ്റെ വീട്ടിലെ നമ്പർ പറ, ഞാൻ വിളിക്കാം. ആരെങ്കിലും ബന്ധുക്കാരെ വിളിച്ച് കൂട്ടിവിടാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ അറിയാലോ ഇനിയും തലകറങ്ങി വല്ലതും വീണ് കഴിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ മോളെ ബന്ധുക്കാരൊന്നും എനിക്കില്ല, സത്യത്തിൽ ബന്ധുക്കാരൊന്നും ഇവിടെ ഇല്ല. പിന്നെ ആ ചെറുക്കൻ കൂട്ടുകാരെ വേണ്ട, അവരെ വിളിച്ച് സംസാരിക്കണ്ട, അതെനിക്കിഷ്ടമല്ല. മോളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ പൊക്കോ, ഇനിയിപ്പോൾ ഡോക്ടർ വന്നു കഴിയുമ്പം ഞാൻ വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ ഹേയ് അതൊന്നും ശരിയാവില്ല, അതൊരിക്കലും ശരിയാവില്ല. കാരണം ഇങ്ങനെ തളർന്നിരിക്കുമ്പോഴും BP പെട്ടെന്ന് ലോയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുമെന്ന് അറിയാലോ. ഈ മോനെയും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണ്ടേമേ, എന്തിനാ വെറുതെ ഈ മോനെയും കൂട്ടി വന്നത്? അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നമ്പറില്ലേ അമ്മയുടെ കയ്യിൽ, അമ്മയ്ക്ക് വിളിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട്, അമ്മ എന്നല്ല കേട്ടോ, സോറി, ആൻറ്റി എന്നങ്ങാണ്ടല്ലേ നമ്മുടെ രേവതി വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിക്ക് വിളിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടു. അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ പുള്ളിക്കാരിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നം ഒരു ഇതായിട്ടുണ്ട്, ഇനിയിപ്പം തൽക്കാലം മെഡിസിനൊക്കെ കഴിച്ച് മാറ്റാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോകാം. പിന്നെ വീട്ടിൽ പോയില്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്നതെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഇവിടെ വന്ന് കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ചെന്ന് കണ്ടാലും മതി എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ടാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എഴുതി തന്നോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എങ്കിൽ പിന്നെ ആൻറ്റി ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ നിൽക്കാം, ആൻറ്റിയും കൂടെ വീട്ടിൽ നിന്നോർത്ത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹേയ് അതൊന്നും വേണ്ട, എനിക്ക് പോയേ പറ്റൂ മോളെ. അതെന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോനെ സച്ചി എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ, ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് ബില്ലും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പം ബില്ല് കുറച്ച് ഇച്ചിരി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ബില്ല് അടയ്ക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല മോനെ ഇപ്പം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ബില്ലടിക്കുന്നവരെ നിങ്ങളിവിടെ നിൽക്കുക, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, ബില്ലൊക്കെ അടച്ചിട്ട് പെട്ടെന്ന് വരാം, വീട്ടിൽ ആ പൈസ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും രേവതി വീട്ടിലാ പൈസ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, രേവതിയല്ല സച്ചി വീട്ടിലാ പൈസ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അവിടുന്ന് കർട്ടൻ്റെ മറയിൽ നിന്ന് ചാടി വന്നിട്ട്, അമ്മ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പോകണം, ഞാൻ ബില്ലടച്ചോളാം, ഇനി അവർ വന്നിട്ടുണ്ടെങ്കിൽ എന്താ നടക്കാൻ പോകാമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബില്ലൊക്കെ സെറ്റിലാക്കിയിട്ട് പോകാം, അതുകൊണ്ട് എളുപ്പം സാധനമൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ മോളെ അതെങ്ങനെയാണ് ശരിയാവുന്ന, ഒരു ഉപകാരം ചെയ്തതല്ലേ, നമ്മളൊരു ഉപകാരം ചെയ്യുമ്പം തിരിച്ച് നമ്മൾ ആ നന്ദി കാണിക്കണ്ടേ. ഇനി പെട്ടെന്ന് അവരിവിടെ വരുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നൂലേ, അമ്മയ്ക്കിപ്പോൾ എൻ്റെ ജീവിതമാണോ
അതോ അവരുടെ ഒക്കെ കൊടുക്കാനുള്ള നന്ദിയാണോ വലുത്? അല്ല അതിമോനെ, നീ എന്തിനാ ആ വീട്ടിലേക്ക് പോയത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ വീട്ടിലേക്ക് പോകരുതെന്ന്? പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോനെ വെറുതെ വഴക്ക് പറയണ്ട, നീ ഒന്ന് ഓർത്ത് നോക്കി, അവനിവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അവസ്ഥ എന്തായേനെ? ആ സമയത്ത് സഹായിച്ചതല്ലേ അവരെ. പക്ഷെ നീ ഒന്ന് ഓർത്തോണം, നിന്റെ മുൻകമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടും. അവൻ അത്രയ്ക്കും വിവരവും ബോധവും വെച്ചു എന്ന് നീ മനസ്സിലാക്കിക്കോ ശ്രുതി. അവൻ വളർന്നുകൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്, ചെറുപ്പം ആയിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ടെൻഷൻ അടുപ്പിക്കാതെ അമ്മേ, ഏതായാലും നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് നേരെ ബില്ല് അടച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സച്ചി വീട്ടിൽ ചെന്ന് പൈസയൊക്കെ എടുക്കുമ്പോഴത്തേക്കും രേവതി വല്ലാത്ത സംശയം പറയുന്നുണ്ട്, എന്ത് പറ്റി ആ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു ബന്ധമില്ലാതെയാണല്ലോ സംസാരിക്കുന്നത്. ആ അമ്മ പിന്നെ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും? എനിക്ക് എന്തോ മറക്കുന്ന പോലെയൊക്കെ തോന്നുന്നു പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതിനൊക്കെ വെറുതെ തോന്നുന്ന രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പോയിട്ട് ഒരു രോമം പോലും അവിടെ ഇല്ല. ആ ഒരവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സച്ചിക്കും ചെറിയ സംശയം തോന്നുന്നു, എന്തായിരിക്കും ആ അമ്മ പോയത്? ബില്ലടച്ചിട്ട് ഏതായാലും റിസപ്ഷനിൽ ചോദിക്കാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും ഒരു റിലേറ്റീവ് ഇങ്ങനെ ബില്ലടച്ചു എന്നിങ്ങനെ പറയുക. അങ്ങനെ ഏതായാലും ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. നാളെ ഫുൾ വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.